ദൈവമായിട്ട് ജീവിക്കുന്നത് വളരെ ഈസിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ഗീവ് ആൻഡ് ടേക്ക്, കൊടുക്കുക വാങ്ങിക്കുക എന്നുള്ള ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ മോഡിൽ നിന്ന് സ്പിരിച്വാലിറ്റിയെ നമ്മൾ വിമോചിപ്പിക്കേണ്ടതുണ്ട്. സാധാരണ ആൾക്കാർ ദൈവമായിട്ടുള്ള ഇടപെടൽ, ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുന്നു, പിന്നെ നമ്മുടെ സൽപ്രവൃത്തികൾ കൊടുക്കുന്നു, ബദലായിട്ട് ബാട്ടർ സിസ്റ്റം അനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നു. ഈ ഒരു ലെവലിൽ ആൾക്കാർ മരിച്ചു പോവുകയും ചെയ്യും. പലപ്പോഴും ഇതിൽ നിന്നും ഒരു അണുവട വളരത്തില്ല. നമ്മളെപ്പോഴും യേശു ദൈവത്തിൻ്റെ ദൃശ്യമാക്കപ്പെട്ട രൂപമാണ്. അപ്പോൾ യേശുവുമായിട്ടൊരു ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വ ബന്ധം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു കെമിസ്ട്രി വ്യത്യാസമുണ്ട്. നമ്മൾ പ്രഖ്യാപിതമായിട്ട് കർത്താവേ, ഒരു വിശ്വാസിയുടെ നിലവാരത്തിൽ നിന്ന് എന്നെ ഒരു ശിഷ്യനാക്കണമേ, അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം അതൊരു ദൈവവിളിയാണ്. കിട്ടുകയില്ലെന്ന് നമുക്കതിൻ്റെ അത് മെരിറ്റ് ഇല്ലാത്ത കാരണം ഇത് എല്ലാം നോട്ട് ബൈ മെരിറ്റിൽ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമനുസരിച്ച് കൊണ്ട് കൊടുക്കുന്നതാണ്. ആ ഇഷ്ടത്തിൻ്റെ പട്ടിക ഇടം പിടിക്കുന്നത് ആണ് നമ്മുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. ഞാൻ ചില സമയത്തൊക്കെ ചിന്തിച്ചു പോയി, നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയം എന്താണ്? ചില കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, അച്ഛൻ ഡെയിലി ബ്രെഡിനും ഉടമ്പടി ധ്യാനത്തിനും സെയിം സബ്ജക്റ്റാണ് ഉപയോഗിക്കണമെന്ന്. ചിലപ്പോഴങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങളതിൻ്റെ അത് അലോസരമൊന്നും ഉണ്ടാക്കണ്ട, മറിച്ച് ഡീപ്പൺ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിച്ചാൽ മതി. കാര്യം ഇതിൻ്റെ ഓരോ ആംഗിളിങ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വചനം നമുക്ക് തന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് മോഡ് വ്യത്യാസമുണ്ടാകും പലപ്പോഴും. പിന്നെ വചന ലിങ്കിങ്ങിലൂടെയാണ്, നിങ്ങൾക്കറിയാമല്ലോ, വചനം ആഫ്റ്റർ ഓൾ അതൊരു അതൊരു മോഡം പോലെ പ്രവർത്തിക്കുന്നതാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ എങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് അതിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മനസ്സ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വ്യത്യസ്തമായ മനസ്സ്, വ്യത്യസ്തമായ ഇച്ഛകളും ഒക്കെ വെളിപ്പെടുത്താൻ വേണ്ടി സെയിം വാക്ക് തന്നെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അതാണ് കാലങ്ങളിലുള്ള വചനത്തിൻ്റെ ട്രാൻസ്ലാഷണൽ എബിലിറ്റി ഇങ്ങനെ വ്യത്യസ്തമായിരിക്കും. അത് ഇറ്റ് വിൽ ഡിഫർ അക്കോർഡിംഗ് ടു ദ പേഴ്സൺസ് ഓൾസോ. വ്യക്തികൾക്ക് വഴി അത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് സർവമാന ഒരു ഡയമെൻഷനാണ് ബൈബിളിനുള്ളത്. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ബൈബിൾ വായിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബൈബിൾ ഒരു ഭക്ഷണമാണ് ശരിക്കും. ബൈബിള് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനും നമ്മുടെ ആധ്യാത്മിക ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ക്ലീൻ ചെയ്ത് സെൽഫ് ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവ് ബൈബിളിനുണ്ട്. കാര്യം ബൈബിള് ഒരേ സമയം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ് വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വം തന്നെയാണ്. അതാണ് നമ്മൾ വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോഴും. പക്ഷേ ഇത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനോട് എന്തുമാത്രം സഹകരിക്കുന്നോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കാനും ദൈവത്തിൻ്റെ മനസ്സ് നമ്മളിൽ നിറവേറ്റിയെടുക്കാനും പരിശുദ്ധാത്മാവിന് എന്തുമാത്രം മൽപ്പിടുത്തങ്ങൾ കുറഞ്ഞു വരുന്നുവോ അത്രയും നമുക്ക് ദൈവ വെളിപാടുകൾ കൂടുകയും ദൈവ വഴിനടത്തലുകൾ കൂടുകയും ചെയ്യും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ എല്ലാ ദിവസവും മനുഷ്യന്മാരുമായിട്ട് ഇടപെടുന്ന കാരണം മനുഷ്യൻ വല്ലാത്ത രീതിയിൽ ജീവിതത്തോട് കാണിക്കുന്നത് ഒരു വിഗ്രസ് ആയിട്ടുള്ള, വളരെ പേശിപ്പിടുത്തം ആവശ്യമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആധ്യാത്മിക ജീവിതവും ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു.
ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്നതും ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതും വേറൊരു കഷ്ടപ്പാട്. ഇത്രയും ഒന്നും കാര്യമില്ല. ശരിക്കും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വിഷയം എന്താ, ഞാനെപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്, കർത്താവേ നീ പറഞ്ഞായിരുന്നല്ലോ, എന്താ പറഞ്ഞത്, ഈ നാഥാനിയലല്ലേ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം മുഴുവനും. നാഥാനിയെ കണ്ടപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ഇപ്പം 3 പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ബ്രെഡിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഉടമ്പടി ധ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളാണ് പറയേണ്ടത്. നാഥാനിയലെ കണ്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ കാപട്യമൊന്നും ഇല്ല, അല്ലേ? ആ വചനം എത്രയാണ്? 1:47 എടുത്തേ. യോഹന്നാൻ 1:47. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇപ്പം ഞാൻ ഈശോനോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ചത്? എന്നാൽ അയാളെ വിളിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അയാൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല ഈശോ. നഥാനിയേൽ ഇതാണ് യഥാർത്ഥ ഇസ്രായേലിയൻ, ഇവന് യാതൊരു കാപട്യവും ഇല്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അയാളെ ശിഷ്യനാക്കാഞ്ഞത്? അതാണ് വിഷയം. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യമില്ലാതിരിക്കുന്നതുകൊണ്ടും ശിഷ്യത്വം വേറൊരു വിഷയമാണ്. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യം ഇല്ലാത്തത് കൊണ്ടും കർത്താവിന് ശിഷ്യനാക്കണമെന്നില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ശിഷ്യത്തിന് ഈ കാപട്യമില്ലാതിരുന്നാൽ മാത്രം പോരാ, നല്ല മനുഷ്യനായിരുന്നാൽ മാത്രം പോരാ. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസ് എന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പട്ടികയിൽ വരാൻ പറ്റും. ഒന്നാമതിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, അച്ഛൻ റോമിൽ ധ്യാനിപ്പിക്കാൻ പോയ കാര്യം പറഞ്ഞു. ഉടമ്പടി ധ്യാനം നടത്തി. നമ്മളിവിടെ ഇരിക്കുന്നതെല്ലാം റോമിൽ ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി, റോമിലും ഫ്രാൻസിലും ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി പേപ്പറാണ് മാതാവിൻ്റെ വാതാന്തികത്തിലെ ആൾത്താരെ വെച്ചിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ എടുത്ത് മാറ്റി എൻ്റെ ടൈം കഴിഞ്ഞ് 6 മാസം വെക്കും. നമ്മൾ യൂറോപ്യൻ ധ്യാനങ്ങളെല്ലാം നടത്തുമ്പോഴും അന്തർദേശീയ ധ്യാനങ്ങളെല്ലാം 6 മാസം നമ്മൾ അതെടുത്തുകൊണ്ട് പോരും. അവർ ഉടമ്പടി ചെയ്ത പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് 6 മാസം വെക്കും. കാര്യം അച്ഛൻ അവിടെ ഇല്ല, അവർക്ക് മെയിൻ്റെനൻസ് നടക്കണില്ല. അവരിനി 2-3 കൊല്ലം കഴിഞ്ഞൊക്കെ നാട്ടിൽ വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അവരെടുത്ത ഉടമ്പടിയിലെടുത്ത വിഷയത്തിന് അവർക്ക് സെക്യൂരിറ്റി കിട്ടണം. കാര്യം അവർ നമ്മളെപ്പോലെ തന്നെ അത് അവരുടെ രീതി കഷ്ടപ്പെട്ട് ആണ് അതെല്ലാം ചെയ്തിരിക്കണതും അവർ ഉടമ്പടി ജീവിക്കണതും. അപ്പം തീർച്ചയായിട്ടും ദൈവം അവരുടെ വിഷയത്തിൽ ഇടപെടണം. നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ നിങ്ങൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ അശ്വതി എന്നും പറഞ്ഞ് ഒരു മോളുടെ സാക്ഷ്യമുണ്ട്. അശ്വതിയുടെ സാക്ഷ്യം നമ്മളെ ശരിക്കും, ഇപ്പോൾ ഈ സാക്ഷ്യങ്ങൾക്കൊക്കെ ക്രിസ്ത്യനാണോ നോൺ ക്രിസ്ത്യനാണോ എന്ന് നമുക്ക് ആരാ ലീഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കാണ് അതിൻ്റെ കൃപ കിട്ടണത് അവർ ലീഡ് ചെയ്തു പോകും. അശ്വതി ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം അശ്വതി ഇവിടെ കാല് കുത്തിയപ്പോൾ തന്നെ കൗണ്ടറിലിരുന്ന ആൾ അശ്വതി പറയും, നിങ്ങൾ UK പോകണല്ലേ? കൗണ്ടറിലിരിക്കുന്നവർ അത്ര സ്കിൽഫുള്ളല്ല, അത്രയ്ക്ക് കൗൺസിലിങ്ങിലേക്കുള്ള ആൾക്കാരല്ല. അവർ അതിൻ്റെ ഒരു സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ആ സെക്രട്ടറി വർക്ക് ചെയ്യുന്നവരെയും കർത്താവ് ഉപയോഗിക്കുകയാണ്. അശ്വതി വരുമ്പോൾ നിങ്ങൾ UK പോകണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അശ്വതി പറയണത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും ദൈവം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതാണ് വിഷയം. ചില സമയത്ത് നമുക്ക് തോന്നുവേ, എന്തൊരു രസമാണ് ഈ ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കണത് എന്ന്. ചില നമ്മൾ ചിന്തിച്ചിട്ടില്ല, പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ചിന്തയുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധയോടുകൂടി ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് കേടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാവരെക്കുറിച്ചും അവരെങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം, എല്ലാ കാര്യത്തെക്കുറിച്ചും, ആരെ കല്യാണം കഴിക്കണം,
എല്ലാ വിഷയത്തെക്കുറിച്ചും കർത്താവിന് തീരുമാനമുണ്ട്. എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നിന്ന് കൊടുക്കത്തില്ല. നമ്മുടെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ആധ്യാത്മികതയെ ആ രീതിയിലേക്ക് നമ്മൾ ഫ്രെയിം ചെയ്യാൻ നോക്കും. ഫ്രെയിമിങ് എ സ്പിരിച്വാലിറ്റി അക്കോർഡിംഗ് ടു അവർ വിംസ് ആൻഡ് ഫാൻസീസ്. നമ്മളുടെ രീതി ശാസ്ത്രമനുസരിച്ചുകൊണ്ട് നമ്മളിതിനെ ചട്ടവൽക്കരിക്കും, ഒരു ചട്ടക്കൂടുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അനുഷ്ഠിച്ചെടുക്കും. അതാണ് ഒരു ആധ്യാത്മികതയുടെ സ്വാഭാവികമായ പരിമിതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഫ്രഷ് ഹാൻഡ്സ് ലീഡ് ചെയ്യണത് അവർക്ക് ചട്ടക്കൂടുകളില്ല. അതുകൊണ്ട് അവർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ വരണ ആളാണ്. അപ്പോൾ ഒരു രൂപവും ഇല്ലെന്ന് പറയത്തില്ല, ഒരു കാര്യത്തിനും ഒരു രൂപവുമില്ല എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ബ്ലൂ പ്രിൻ്റ് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ രൂപമുണ്ട്, നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങൾക്കും രൂപങ്ങളുണ്ട്. നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ കുറച്ച് സീരിയസ് ആയണോ എന്ന് പറഞ്ഞതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിന് ഇതിൻ്റെ നൂഹവിനെ കുറിച്ചൊക്കെ ഭയങ്കര വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാനും പരിശുദ്ധാത്മാവിനെ നിലനിർത്താനും പലർക്കും ഒരു പരാജയപ്പെട്ടു പോകുന്നുണ്ട് ആൾക്കാർ. പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാൻ ഇപ്പോൾ കർത്താവ് പറയത്തില്ലേ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇരിക്കണം. രാവിലെ അതിപ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്നതാണ്. ഈ ഒറ്റ കേൾവി കൊണ്ട് തന്നെ ചിലപ്പോൾ ജീവിതം രക്ഷപ്പെട്ടു പോകും. സന്തോഷത്തോടെ ഇരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇന്ന കാര്യമൊന്നുമല്ല, ദൈവത്തിന് എന്ത് തരണമെങ്കിലും സന്തോഷമേ ഉള്ളൂ. അതാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറയണത്. പക്ഷെ എന്താണ് പ്രശ്നം? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം. പിന്നെന്താണ്? എൻ്റെ സ്നേഹത്തിൽ അവിടെയാണ് ഒരു പ്രശ്നം. നിലനിൽപ്പാണ് ഒരു പ്രോബ്ലം. ഇപ്പം അശ്വതി അമ്മ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവിടുന്ന് കിട്ടിയ നോട്ടനുസരിച്ച് ഇവൾ ഉടമ്പടിയിൽ എനിക്കൊരു വിദേശ ജോലി വേണമെന്ന് എഴുതി വെച്ച്. അവൾക്കറിയത്തില്ലായിരുന്നു പോകാൻ പറ്റുമെന്ന ഒരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. ആരെ സഹായിക്കും, ആരോട് പറയാം, അങ്ങനെ ഒരു ഐഡിയ ഇല്ല. പക്ഷേ കൗണ്ടറിൽ നിന്ന് കിട്ടിയപ്പോൾ അവർക്കത് ദൈവം സംസാരിച്ച പോലെ തോന്നിയതുകൊണ്ട് അവർ എഴുതി വെച്ച് എനിക്ക് വിദേശത്ത് പോകണം എന്ന് എഴുതി വെച്ച് അവസാനം ഇവർ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു. അയാൾ ആ പൈസയും കൊണ്ട് പോയി. ഈ ഏജൻസി ക്ലോസ് ആയിപ്പോയി, അടച്ചു പൂട്ടി. അപ്പോൾ പിന്നെ അച്ഛനെ കാണേണ്ട ഒരു വിഷയം വന്നു. ഏജൻസി കാശും കൊണ്ട് പോയല്ലേ, പിന്നെ അതിന് ഉള്ള കാശും കൊണ്ട് ഏജൻസി പോയി. ആ ഏജൻസി അവരുടെ ഓഫീസും അടച്ച്. അപ്പോൾ അത് നേരെ എതിരുകിട വന്ന ആ വിഷയം. അപ്പോൾ പിന്നെ ഇങ്ങനെ പോണ പരിപാടികളെല്ലാം നിർത്തി. ഇനി പോവുകയും വരികയും ചെയ്യേണ്ട ആവശ്യമില്ല, നാട്ടിൽ നിന്ന് എന്തെങ്കിലും തേടി തിന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഈ പോയ കാശില്ലേ, ഏജൻസി അടിച്ചു മാറ്റിയ കാശ് ഏജൻസി മുങ്ങിയില്ലേ, ആ കാശ് വീണ്ടെടുക്കാൻ വേണ്ടി ഇവളെ അച്ഛനെ കാണാൻ വേണ്ടി വരും. ആൾക്കാർ വരും. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ല, അങ്ങനെ എന്തുമാത്രം ആൾക്കാർ വരുന്നു. ചിലരോട് ഈശോ അപ്പത്തിനെ സംസാരിക്കും, ചിലരോട് എന്നിലൂടെ സംസാരിക്കത്തില്ല, പോകുന്ന വഴിക്ക് സംസാരിക്കും. അങ്ങനെ വ്യത്യസ്തമായ പക്ഷേ എന്തെങ്കിലും നടന്നിരിക്കും ആ വിഷയത്തിൽ. ഒന്നും നടക്കാതില്ല. പിന്നെ ഉടമ്പടി എടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് വരുന്നവരും മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ചൊളിവിൽ അച്ഛനെ കാണാൻ വന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ അതിനകത്ത് ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കരുത്. രോഗികളെ മാത്രമേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. രോഗികൾക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ രോഗികളല്ലാത്തവർ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരരുത്. ദാറ്റ്സ് നോൺസെൻസ്. രോഗികളെ കൊണ്ട് ഞാൻ കാണുന്നതിൻ്റെ കാര്യം അവർക്ക് എടുക്കാൻ ആവതില്ല, അതുകൊണ്ടാണ് പറ്റത്തില്ല. അപ്പോൾ അവർ വൈഫ് എടുത്താലും ഹസ്ബൻഡ് എടുത്താലും
അപ്പോൾ അമ്മയാണ് എടുത്തിരിക്കുന്നത് മകന് വേണ്ടി. മകൻ രോഗിയാണ്, കിടപ്പ് രോഗിയായിരിക്കണം കേട്ടോ, അല്ലാതെ കർത്താവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന രോഗമല്ല. ചിലക്ക് കർത്താവിനെ കാണുമ്പോൾ രോഗം ഉണ്ടാവും. അവരിതുപോലെയുള്ള ആധ്യാത്മിക ജീവിതത്തിലേക്കൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അച്ഛന് വേണ്ട തല കൈ പിടിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ ഉടമ്പടിയും കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഫ്രോഡ് ആൾക്കാരെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും അവൻ്റെ കാര്യം ക്ലോസ് ചെയ്യാൻ പറയും. അതെപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ കിടന്ന് അലറുകയൊന്നുമില്ല, പക്ഷെ സംഭവം ക്ലോസ് ആയിരിക്കും. കാര്യം ദൈവത്തെ അവനെ അംഗീകരിക്കുന്നത് പോരായ്മയായിട്ട്, ദൈവത്തെ അമ്മ വഴിട്ട് അമ്മയുടെ ആ ഒരു യോഗ്യതയിൽ ദൈവത്തെ ടെസ്റ്റ് ചെയ്യാൻ അവൻ ചെയ്യണത്. അല്ലെങ്കിൽ അവന് വിശുദ്ധമായ സ്ഥലം, ജനലക്ഷങ്ങൾ രക്ഷപ്പെട്ട സ്ഥലമല്ലേ, അവിടെ വരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ ദൈവം തന്നെ അവനോട് പറയും നീ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് വരാൻ പറയും. ചില ആൾക്കാർ ഈ അച്ഛന്മാരെയൊക്കെ കൊണ്ടുവന്ന് രാവിലെ എന്നെ കാണുന്നത് അപ്പോൾ അച്ഛനല്ലേ എന്ന് ഓർത്തുകൊണ്ട് പ്രീസ്റ്റല്ലേ, അപ്പോൾ നമ്മളൊരു ബഹുമാനമൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അച്ഛനെ അകത്തോട്ട് വരാൻ അനുവദിക്കും. പക്ഷെ വന്നിട്ട് അച്ഛൻ പറഞ്ഞ എന്താ, ആരെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടോ അവരൊന്ന് കാണണം, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഉടമ്പടി ഉള്ളത്, അവർക്ക് ഉടമ്പടിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അച്ഛനെ കാണിച്ചിട്ട് ചുളിവിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ പോയി. അങ്ങനെയൊക്കെ ഒരച്ഛന്മാരും വരരുത്, ആർക്ക് വേണ്ടിയും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യരുത്. ദൈവദൃഷ്ടിയിൽ ഉടമ്പടിക്കൊരു ദൈവികമായ ലക്ഷ്യമുണ്ട്. അല്ലാതെ ആ പ്രോസസ്സിങ് ചെയ്യാതെ അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാമെന്ന് നമ്മൾ ദൈവദൃശ്യനും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് അച്ചിട്ട പോലെ ആൾക്കാർ ജീവിക്കണത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടണത്. അത് കണ്ടുകൊണ്ട് പുറം വാതിലൂടെ അച്ഛന്മാരെയും വേറെ ആൾക്കാരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തു ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് പ്രയോജനമില്ല. ഞാനാണെങ്കിൽ അച്ഛനാണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും ഞാൻ മുഖത്ത് നോക്കി അപ്പം തന്നെ കാര്യം പറയും. അത് പുറം വാതിലൂടെ വരുന്നയാൾ അച്ഛൻ ശ്രദ്ധിക്കണം, അച്ഛനെ കരുവാക്കണവരെന്ന് പറയും. കാര്യം അങ്ങനെ ഞാൻ ഒരു പേഴ്സണലായിട്ട് റിലേഷൻ ആരുമായിട്ടും കീപ്പ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് ആരുടെയെങ്കിലും കൂട്ട് നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല. എന്താ കാര്യം, നമ്മളൊരു നിശ്ചിതമായ രീതിയിൽ സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിലും പണം ഇല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അതൊന്നും തടസ്സമല്ല. അതെല്ലാം ശുശ്രൂഷകളുടെ വഴികളിൽ പോലെ തന്നെ. അതുകൊണ്ടാണ് ആർക്കും പ്രൈവറ്റായിട്ട് ആരെയും ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കണം അകത്ത് വരരുതെന്നൊരു കാര്യം. കുറച്ച് ചിലർക്ക് കാശുണ്ടാവും, എന്നാൽ കുറച്ച് കാശ് കൊടുത്തിട്ട് അച്ഛനെ കണ്ടേക്കാന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ തന്നെയും കുർബാനപ്പണം പോലും ഇവിടെ മേടിക്കണില്ല. കിട്ടുന്നു നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, എടുത്തില്ലല്ലോ. ഞാൻ തന്നെയും കുർബാനയ്ക്ക് പണം മേടിക്കണില്ല. എനിക്ക് നേരത്തെ ഉള്ള കുറച്ച് എൻ്റെ ശുശ്രൂഷയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് വരുമാനം സൂക്ഷിച്ചിട്ടുണ്ട്. അത് വെച്ച് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇവിടുന്ന് 5 പൈസ മേടിക്കത്തില്ല കൃപാസനത്തിൽ നിന്ന്. നിങ്ങളങ്ങനെ ധരിക്കരുത്. ഞാനിവിടുത്തെ കൃപാസന ഫണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് ഉള്ള കാര്യം നിലപാടുകളാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ആ നിലപാടിൽ നമുക്കെന്താ പ്രാധാന്യം? ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് സേവ്ഡ്, റിസീവ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നീ ക്രിസ്തുവിനെ സ്വീകരിക്കാനാണ് തയ്യാറായെങ്കിട്ടുണ്ടെങ്കിൽ നീ ആ കാര്യങ്ങളിൽ വളരാൻ നോക്കണം ഓരോ ദിവസവും. കർത്താവിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഈ നാദാനികളൊക്കെ സൈഡ് ലൈൻ ചെയ്തതിൻ്റെ കാരണം അതാണ്. അതിലൊരു കാര്യമാണ്, ഈ കാപഠ്യമില്ലാത്ത നല്ല മനുഷ്യനെ എന്തുകൊണ്ട് ശിഷ്യനാക്കിയില്ല? അയാൾ നല്ല മനുഷ്യനാണെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ അത് ആ യോഗ്യത പോരാ. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകരുതെന്ന് പറയും. ഇപ്പം ലുക്കാൻ്റെ സുവിശേഷമില്ല, ലുക്കാൻ്റെ സുവിശേഷം എടുത്ത് 9:23 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 9:23. ലൂക്ക 9:23. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. ചടുത്തി പറ, സ്വയം വൃത്തിയാകും. പിന്നെ പറഞ്ഞോളൂ.
അനുദിനം. ദാറ്റ് ഈസ് അതാ അനുദിനം. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വൺസ് ഇൻ ഫോർട്ട്നൈറ്റ് അല്ല നടക്കത്തില്ല വർക്കൗട്ട്. ഇത് വളരെ സീരിയസാണ്. ഈ കുരിശെന്ന് പറഞ്ഞ സാധനം ഇന്നെടുത്ത് പിന്നെ അടുത്ത ആഴ്ച എടുക്കണമല്ല. ആ അനുദിനം എന്നുള്ള വാക്കാണ് പ്രശ്നം. ഇതിലൊന്നും ഈ നാഥാനിയൽ ഇതൊന്നും പറ്റത്തില്ല. അയാൾ സിംപ്ലിഫിക്കേഷൻ അലക്കി തേച്ച അയാൾ ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ആദ്യം ഡെയിലി ക്രോസ് ഉണ്ടാകണം. ഈ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള സംഭവമാണ്. അന്നു വേണ്ട ആഹാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അന്നു വേണ്ട കുരിശ്. ഏതെങ്കിലും ഒരു നിമിഷം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചങ്കിനൊരു വേദന ഒരു ആധ്യാത്മിക മുദ്ര പോലെയാണ്. ഏതെങ്കിലും ഒരു ദിവസം അല്ല ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു മുഹൂർത്തം എന്തിനെങ്കിലും കുറിച്ച് ആരെങ്കിലും തന്ന വിഷയത്തിനെക്കുറിച്ച് ഒരു വേദന മനസ്സിൽ സൂക്ഷിച്ചിട്ട് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്യണം ക്രിസ്തുവിൻ്റെ നാമത്തിലെന്ന്. പിന്നെ നമ്മൾ റിലീവ്ഡായി. മനസ്സിലായില്ലേ? നമ്മളെ റിലീവ്ഡ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമാക്കുക. അല്ലെങ്കിൽ അത് തന്നെ തലയെ കൊണ്ട് നടന്ന് തലഭാരമേറ്റി നടക്കണമല്ല. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചും അവരുണ്ടാക്കിയ വിഷയങ്ങളെക്കുറിച്ചും നമുക്കൊരു വേദന. അതാണ് ആസ്തി എന്ന്, ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്യാരി ഓവർ ചെയ്യും. ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യും. ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക്. അപ്പം അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഇപ്പോൾ ഭർത്താവ് വഴി ഉണ്ടാവും. മനുഷ്യന്മാരുടെ വായിലെ നാക്കുകൊണ്ട് അവർക്ക് എന്തും പറയാം, എന്തും നമ്മളോട് ചെയ്യാം. അപ്പം നിങ്ങളോട് സ്വാതന്ത്ര്യമുള്ളവർ കൂടുതൽ അല്ല, നിങ്ങളുടെ മക്കളൊക്കെ നമ്മൾ തന്നെ ഓർക്കും, ഇവനൊക്കെ ഇത്രയും വലുതായിട്ടും ഒരു ബോധം വെച്ചില്ല എന്ന് ഓർക്കും. നമ്മുടെ മക്കൾ നമ്മളോട് കാണിക്കുന്ന ചില കോപ്പറേറ്റ് തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ക്ഷീണമായിട്ട് കിടക്കുകയാണ്, അവൻ തിരക്കി പിടിച്ച് വന്ന് ബൈക്കിനെ കാറിനെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി എഴുന്നെടുത്ത് അവിടെയും തിരികെ വെച്ച് ഇവിടെയും തിരികെ വെച്ചിട്ട് അവൻ ഉടനെ പോകും. അമ്മ ചിലപ്പോൾ നടുവ് വെട്ടി കിടക്കിയിരിക്കും. എന്താണ് അമ്മ കിടക്കണമെന്ന് പോലും അവൻ ചോദിക്കത്തില്ല. ഞാൻ പറഞ്ഞത് ചോദിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കർത്താവ് തൻ്റെ ശിഷ്യനെ ഒറ്റക്കാണ് വളർത്തുന്നത്, ആരും കണ്ടിട്ടല്ല വളർത്തുന്നത്. അപ്പം നിങ്ങൾ പറയും അവൻ ജയിക്കാൻ പറയും, അവൻ ഇപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവൻ ആ പെണ്ണ് പറയാണ് കേൾക്കണത്, എന്നെ കേൾക്കണില്ല. അങ്ങനെയൊക്കെ ഡയലോഗ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല, ഒരു കഥയില്ല. അത് നിങ്ങൾ വളരെ തരം താഴ്ന്ന ആധ്യാത്മിക സൂക്ഷിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ചില ചെക്കുകളൊക്കെ വെക്കുന്നത്. ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. എല്ലാ ദിവസങ്ങളിലും അതാതിൻ്റെതായിട്ടുള്ള ക്ലേശങ്ങൾ മതിയെന്ന് ഈശോ പറയത്തില്ലേ? ഇപ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. എല്ലാ ദിവസങ്ങളും അതിൻ്റെ ക്ലേശങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. കരങ്ങൾ വീശി പാടാം. ആരാധന, ആരാധന ശ്രീവേ, ആരാധന, ആരാധന, ആരാധന ശ്രീവേ, ആരാധന. ഹല്ലേലൂയ, 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 മത്തായി 6:34. മത്തായി 6:34. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശങ്ങളുണ്ടാകും.
ഇൻബിൽട്ടാണ്, എൻ്റെ കൂടെ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നതാണ്. അല്ലാതെ ഒരു അസംബിൾഡ് ആക്സസറി അല്ല, അതിനോട് അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു ആക്സസറി അല്ല, ഇൻബിൽട്ടായിട്ട് വരണതാണ്, എൻ്റെ കൂടെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള ക്ലേശങ്ങളുണ്ട്. ഈ ഓരോ ദിവസവും ചിലപ്പോൾ ഭർത്താവിൽ നിന്നായിരിക്കാം, മക്കളിൽ നിന്നായിരിക്കാം. ഞാൻ രാവിലെ കർത്താവുമായിട്ട് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റാളാണ്, 3 മണിക്ക് എഴുന്നേറ്റാണ്. അപ്പോൾ ഈശോയോട് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഈശോ പറഞ്ഞത്, ഭൂമിയാണ് സ്വർഗം, സ്വർഗത്തിൽ നീ പറയുന്ന ത്രില്ലുണ്ടാകത്തില്ലെന്ന്. ഞാൻ തന്നെ പൊളിച്ചു പോയി, ഇങ്ങനെയൊക്കെ പറയണമെന്ന്. നമ്മൾ ഈ സ്വർഗം പോയിച്ചല്ലേ ഇയാളെൻ്റെ കൂടെ നടക്കണം. അപ്പം സ്വർഗത്തിൽ ക്ലേശങ്ങളില്ല, അതാണ് പ്രശ്നം. ഇവിടെ മാത്രമേ ക്ലേശങ്ങളുള്ളൂ. ക്ലേശങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് ഒരു അവസരമുള്ളത് ഇവിടെയാണ്. അതാണ് ഭൂമിയാണ് സ്വർഗമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂമിയാണ് നമ്മൾ എർത്ത് ഈസ് അവർ ഹോം എന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാ ഒരു അവറേഷൻസാണ്, ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ചില സാധനങ്ങളാണ്. എർത്ത് നമ്മുടെ ഹോമൊന്നുമല്ല. നമുക്ക് എർത്ത് നമ്മുടെ ഹോമാണെങ്കിൽ പിന്നെ ഈശോ ഉയർത്തുന്നേക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് എപ്പോഴും നിത്യത തന്നെ നമ്മുടെ ലക്ഷ്യം. പക്ഷേ വേറെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് അതിൻ്റേതായിട്ടുള്ള പുണ്യമുണ്ട്. ഭൂമിയുടെ ജീവിതത്തിന് നമ്മുടെ ആശാൻ പറഞ്ഞ പോലെ അവനീ വാഴ്വ് കിനാവ് കഷ്ടമൊന്നുമല്ല. അവനിയിലെ വാഴ്വ്, ഭൂമിയിലെ ജീവിതം കിനാവ് കഷ്ടം, സ്വപ്നം പോലെ, അങ്ങനെ സ്വപ്നമൊന്നുമല്ല. ഭൂമിയിലെ ജീവിതം കൊണ്ടാണ് നമ്മൾ കുരിശിനെ കൃപയാക്കി മാറ്റണത്. ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തന്നെ നിന്നെ തെറ്റിദ്ധരിക്കുന്നൊരു ജീവിത പങ്കാളി നമുക്കെന്തൊരു നേട്ടമാണ്. നിൻ്റെ നന്മകൾ അംഗീകരിക്കാത്ത അയൽവാസി, ഇവരെ കൊണ്ടാണ് നമ്മൾ സ്വർഗം പണിയണത്. നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയത് ഡിലീറ്റായി പോകുന്ന നമ്മുടെ മക്കൾ, ഇത്രയും നാൾ വളർത്തിയെടുത്തില്ലേ നമ്മളെ. നമ്മൾ അറിഞ്ഞ കാലത്തും അറിയാത്ത കാലത്തും വളർത്തിയെടുത്ത അമ്മമാർക്ക് നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുമോ? പക്ഷേ മക്കളിൽ നിന്നുണ്ടാകുന്ന ചില സമയത്തുള്ള പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മുടെ ചങ്ക് വേദനിക്കും. ദാറ്റ് ഇറ്റ്സ്. അപ്പം അങ്ങനെയുള്ള ഈ ഇന്നർ ഫീലിങ്സ് എല്ലാം കൺവേർട്ട് ചെയ്ത് ഈ മരിയൻ സോഫ്റ്റ്വെയർ, മരിയൻ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം കുരിശ് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു മെറ്റാബോളിസം ഉണ്ടാക്കി അതിലൂടെ കൃപ ജനിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അമ്മയാണ്. അമ്മയ്ക്ക് ഹെവി ലോഡായിട്ടൊരു ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ അമ്മ ഉടനെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, അവരോട് ഇവരോടൊക്കെ വിളിച്ച് പറയത്തില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരമാവധി നിങ്ങൾ മാതാവിൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണമെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ നോക്കണം. അവനെ വിളിച്ച് പറഞ്ഞു, മരുമകൾ പ്രശ്നം ഉണ്ടാക്കിയ മകളെ വിളിച്ച് പറഞ്ഞു. പലരും പണി മേടിച്ചിരിക്കുന്നത് ഈ മക്കളെ കൊണ്ട് തന്നെയാണ്. കാര്യം മരുമകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടാക്കിയാൽ നിങ്ങളുടനെ എന്ത് ചെയ്യും? മകളെ വിളിച്ച് പറയും. അവൾ താടകയും ശൂർപ്പണകമായിട്ട് ഇങ്ങോട്ട് വരും. ഒരു 1.5 വരവാണ്. അതോടുകൂടി എല്ലാത്തിനും തീരുമാനമാകും. ചവിട്ടിക്കൂട്ടും മരുമകളുമായിട്ട് പ്രശ്നമുണ്ടായിട്ട് ആദ്യം പായ്ച്ചു കളയണം. അപ്പോൾ ഈ കൃഷി ഉണ്ടാക്കണ എന്താണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി നിലനിൽക്കത്തില്ല, അതുകൊണ്ടാണ് നിൽക്കത്തില്ല. അതാണ് സംഭവം. ഐസ് കട്ട പെയിൻ്റ് അടിക്കണ പോലെ ഇരിക്കും. ഇപ്പം കാര്യം മനസ്സിലായില്ലേ? അതാണ് സാധനം. ഈ വിഷയത്തെയാണ് എടുത്തിട്ട് നമ്മൾ മാതാവിനെ പോലെ വിഷയങ്ങളുണ്ടാവും. കർത്താവ് എന്താ ക്ലേശങ്ങളെക്കുറിച്ച് പറഞ്ഞത്? ഓരോരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശങ്ങൾ മതിയെന്ന് പറഞ്ഞത് എന്താ? ക്ലേശങ്ങൾ ഉണ്ടാവേണ്ടതാണെന്നല്ലേ. ലോകത്ത് നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷമായിട്ട് പാടുക. എനർജറ്റിക്കായിട്ട് ക്ലേശകാലത്ത്
യോഹന്നാൻ 16:33. യോഹന്നാൻ 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. പറഞ്ഞേ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ലോകാരൂപി നമ്മളിൽ ഉണ്ടെങ്കിലും നമുക്ക് ഞെരുക്കങ്ങളുണ്ടാകും. അവർ നമ്മെ കൊച്ചാക്കി, ഇവർ നമ്മെ ചെറുതാക്കി എന്നൊക്കെ പറയത്തില്ലേ. അതായത് ദൈവം അവരിലൂടെ നമ്മളെ ഞെരുക്കി എന്ന് വേണേൽ കരുതുന്നത് തെറ്റില്ല. അവർക്ക് പിശാചാണെന്നുള്ളത് നമ്മൾ പറയണത് അതല്ല ശരി. നമ്മളെ ഞെരുക്കുന്നതിലും ഞെരുക്കി കുരിശിനെ കൃപയാക്കുന്നതിലും ദൈവത്തിനൊരു പങ്കുണ്ട്. അതാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത് മനുഷ്യർ. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയേണ്ടി വരും. കർത്താവ് അങ്ങനെ ലീവ് ഇറ്റ് എസൈഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് പല കാര്യങ്ങളും വിട്ടുകളയാണ് നല്ലത്. കർത്താവിന് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന കുറേ വർഗ്ഗം ഉണ്ടായിരുന്നു. ആരാണ്? ഫരിസീസ്. കർത്താവ് എവിടെ നടക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ കർത്താവിനെ കൊടുക്കാമെന്നും പറഞ്ഞ് നടന്ന ആൾക്കാരുടെ നിയമജ്ഞർ. അതെല്ലാ ദിവസവും ഇവരെ പുറകെ ഉണ്ടാകും, രഹസ്യ പോലീസ് പോലെ. അതുകൊണ്ടാണ് കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. എപ്പോഴും കൂടെ നിൽക്കണവനായിരിക്കും നമുക്ക് പണി തരണത്. സാബത്ത് ദിവസം ഈ കക്ഷി പത്രോസ് അന്യൻ്റെ വയലിൽ നിന്ന് ഗോതമ്പ് കട്ട് കയ്യിലിട്ട് തിരുമ്പി തിന്നില്ലേ? ആ സമയത്ത് പരിസേര് പിടിച്ചല്ല, കൈയോടെ പിടിച്ച്. അപ്പോൾ ഇതാണ് സാബത്ത് ലംഘിക്കുന്ന പരിപാടിയാണല്ലേ. മോസസിനോട് വലിയ ബഹുമാനമൊന്നുമില്ല. പിന്നെ നീ എന്നാ സുവിശേഷത്തോടെ പറയണം, നീ കള്ളപ്രവാചകരാണെന്ന് ഉടനെ കർത്താവിനെ അവർ ബ്രാൻഡ് ചെയ്ത്. അപ്പോൾ പത്രോസ് വിചാരിച്ച് ഇപ്പം തന്നെ ഈശോ എന്നെ ഡിസ്മിസ് ചെയ്യുമെന്ന്. ഈശോ ഡിസ്മിസ് ചെയ്തില്ല, പത്രോസിൻ്റെ കൂടെ കൂടി. എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, അവൻ തിന്നട്ടെ, അവൻ വിശന്നിട്ടല്ലേ. ദാവീദും അനുചരന്മാരൊക്കെ വിശന്നപ്പോൾ എന്താ ചെയ്തത്? ദേവാലയത്തിൽ പോയി. അപ്പോൾ ഈശോ അതിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം. കണ്ടല്ലേ, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഈ ഈശോനെ ഒരിക്കൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പോകത്തില്ല. പ്രിസലാണ്. അതാണ് ഈശോ പറയണത്. അത് ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും നമുക്ക് ചുറ്റും ഉണ്ടാവും, നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ ഈശോ എന്താ പറയണത്? ലീവ് ഇറ്റ് സൈഡ്. അവരെ വിട്ടേക്കാൻ പറയും. പിന്നെ അവരുടെ ചോദ്യമുണ്ടാക്കരുത് നിങ്ങൾ. അതാണ് അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. കണ്ട ആ വാക്ക് കണ്ട. മത്തായി 15:14. അവരെ വിട്ടേക്കൂ. അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. അന്തനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അവരെ വിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ കുഴി വീഴുമെന്നായി പറയണത്. നമുക്ക് പ്രശ്നം ഉണ്ടാക്കി തരണവരും അവരെ നമ്മളെ ചോദ്യം ഉണ്ടാക്കി. ഇപ്പോൾ അച്ഛൻ നിങ്ങൾക്കറിയാമില്ല, എനിക്ക് വേണത് ഒരു 170ഓളം വീഡിയോ എനിക്കും കൃപാസനത്തിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലേ? ഇത്രയും വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയോ ഞാൻ അവരോട് സംസാരിക്കുകയോ ഈ ആൾക്കാരെ തിരക്കിപ്പോയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കും. കർത്താവിൻ്റെ നിലപാടുണ്ട് നമുക്കിത്. ഈ കാര്യത്തിൽ ഈശോ യൂദാസിനോട് പറഞ്ഞില്ല, എന്താണ്? നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അത് ജീവിതത്തിൻ്റെ ഒരു സമീപനമാണ്. ടേക്ക് ദ ബെഡ് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 26:24. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവനു ദുരിതം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ വചനം വെച്ചാൽ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക എന്നിട്ടാണ് പറയണത്. അപ്പം നമ്മൾക്കെതിരെ ഉപജാപങ്ങൾ ഇപ്പം നിങ്ങളുടെ വീട്ടിലായാലും നാട്ടിലായാലും നിങ്ങളുടെ സ്ഥലം എടുപ്പിനായാലും കൊടുപ്പിനായാലും നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നതായാലും വീട്ടു നമ്പർ കിട്ടാനായാലും കിട്ടാതിരിക്കാനായാലും നിങ്ങളുടെ വിസ പുതുക്കാനായാലും പുതുക്കാതിരിക്കാനായാലും എപ്പോഴും ഒരു പ്രതിലോമ ശക്തി ഉണ്ടാകണം. നിങ്ങളെ ബാധിക്കുന്ന വിഷയത്തിന് എപ്പോഴും ഒരു ശത്രുപക്ഷം ഉണ്ടാകണം. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന രണ്ട് തരത്തിൽ നമ്മളതിനെ വർക്ക് ചെയ്യുക. ഒന്ന്, ഇവരെ നമ്മൾ ലീവ് ചെയ്തിട്ട് മനുഷ്യപുത്രൻ നമ്മളോട് പറഞ്ഞതുപോലെ അവൻ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന.
യേശുവേ നന്ദി മഹത്വം. മത്തായി 26:24. മത്തായി 26:24. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പോകുന്നു. അതായത് അതാണ് നമ്മളെന്താ ചെയ്യണത്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. അപ്പോൾ എഴുതപ്പെട്ടിരിക്കുന്ന വചനം അനുസരിച്ചാണ് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. നമ്മുടെ ഒരു നോമാണതാണ്, നമ്മുടെ നോമതാണ്. പല പല വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എഴുതപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത്. ആ ഉടമ്പടിയും നമ്മൾ വ്യതിചലിക്കരുത്. കാര്യം ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ, ദിവസേന എന്ന് ഈശോ പറഞ്ഞത് എന്താണ്? ആഴ്ചതോറും നിങ്ങളുടെ കുരിശുവെടുത്തിന് വരാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദിവസേന എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഗ്യാപ്പ് വരാതിരിക്കാനാണ് ദിവസേന എന്ന് പറഞ്ഞത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് വിശ്വസ്തതയെ ബാധിക്കും. ബൈബിൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് വിശ്വസ്തതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകത്തെ 2:10 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ. വെളിപാട് 2:10. വെളിപാട് ലാസ്റ്റ് ആണ് ഇവിടെ 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഇതില്ല ബൈബിളിലെ ലാസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അവസാനത്തെ ജഡ്ജ്മെൻറ്റുകളാണ് പറയണത്. എന്താണ്? വിശ്വസ്തനായിരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴവരെയാണ്? അതാണ് അപ് ടു ദി ഡെത്ത്, അൺ ടു ഡെത്ത്, ഫിഡേലിറ്റി അൺ ടു ഡെത്ത്. അപ്പോൾ ഈ ഫിഡേലിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിന് ഗ്യാപ്പില്ല. ഗ്യാപ്പ് ഒരു പ്രശ്നമാണ്. ഉടമ്പടിയുടെ ചില ഉടമ്പടികളൊക്കെ ഉടഞ്ഞു പോണത് ചിന്നുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ഇടയ്ക്ക് വന്നിരിക്കുന്ന ഗ്യാപ്പുകളാണ്. ചില കാലങ്ങളിൽ നിങ്ങൾക്ക് അപഭ്രംശം ഉണ്ടാവുകയും അവിശ്വസ്തത കാണിക്കുകയും ചെയ്യും ദൈവത്തോട്. അതെപ്പോഴും സംഭവിക്കുന്ന ക്ലേശകാലത്തായിരിക്കും. ചിലർക്ക് വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് അറിയാമോ? അത് ഈ വിശ്വസ്തതയ്ക്ക് വരുന്ന ഒരു ചിലർക്ക് വരുന്ന അബദ്ധമുണ്ട്. ഉടമ്പടിയിൽ അനുഗ്രഹാനന്തര കാലം ഇല്ലേ? അതായത് നമ്മൾ ഉടമ്പടിയിൽ അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ പിന്നീടുണ്ടാകുന്ന നമ്മുടെ ഇടപാടുകളില്ലേ, അതാണ് വില്ലനായിട്ട് വർക്കൗട്ട് ചെയ്യണത്. അനുഗ്രഹാനന്തര കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേടാനുള്ള എല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം തന്നെ അശ്വതിയുടെ കാര്യം എന്താണ്? അശ്വതി എന്നെ കാണാൻ വന്നു. എന്തിനാണ് എന്തിനാണ്? അവർക്ക് നഷ്ടപ്പെട്ട കാശ്, ആ കൂട്ടിപ്പോയ ഏജൻസിയിൽ നിന്ന് കയ്യിൽ നിന്ന് പോയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവള് പാസ്പോർട്ടിൻ്റെ തന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്തത് കൊടുത്ത് തിരിച്ചു വന്ന അശ്വതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പം നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ എന്നാണ്. അപ്പോൾ ആ ചാപ്റ്റർ അവിടെ ഫയൽ അവൾ സ്വന്തമായിട്ട് ക്ലോസ് ചെയ്തായിരുന്നു. കർത്താവിൻ്റെ കയ്യിൽ അത് ക്ലോസ് ആകാത്ത ഫയലാണ്. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്ന് ഈ വിഷയം ഈ പാസ്പോർട്ട് ഒന്ന് തൊട്ടപ്പോൾ തന്നെ പറഞ്ഞു അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പോകണ്ടേന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നീ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ? അപ്പോൾ ഉടനെ പറഞ്ഞു പോണച്ചാ, പക്ഷെ ഉള്ള കാശ് കൂടി ഇപ്പം കണ്ടവൻ്റെ കയ്യിലാണ്, അതുപോലെ കിട്ടാൻ മാർഗമില്ല എന്ന് പറയും. വീണ്ടും പാസ്പോർട്ട് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കും. നീ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകുമെന്ന് പറയും. അതാ വിഷയം. നീ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ അത്തറിയുന്നൊരു വെർഡിക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കണ ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന് കർത്താവ് ചോദിച്ചില്ലേ? നിങ്ങൾ എന്ത് കേൾക്കുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ലൂക്ക 10:26. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അപ്പോൾ ഈ കർത്താവിൻ്റെ വചനത്തിൽ ഉള്ള സംഭവവും ചില ആൾക്കാർ അത് തന്നെ വായിക്കും.
ചിലർ അവരുടെ രീതി വേറെ വായിക്കും. അതാണ് വിഷയം. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനവും ഇപ്പോൾ അവളോട് അക്ഷിതയോട് ഞാൻ പറഞ്ഞു, നീ പുകയിക്കുന്ന സ്ഥലത്തേക്ക്, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് ഇനി അത് ഫയൽ ക്ലോസ് ആയാലും ഇവിടെ ഫയൽ ഓണാണ്, ഇപ്പോഴും ഓപ്പണാണ്, അതുകൊണ്ട് ആ വിഷയം ഇനി വർക്കൗട്ട് ചെയ്യുമെന്ന് ഈശോ പറഞ്ഞെന്ന് പറയും. അപ്പോൾ അവളത്, പക്ഷെ അത് വിശ്വസിച്ചവൾ, അവത് പൂർണ്ണമായിട്ട് ചിലരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അച്ഛനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തോ പറഞ്ഞാണെന്ന് വിചാരിക്കും. അതാണ് ആൾക്കാരുടെ ലെവൽ, വിശ്വാസ ലെവലിൻ്റെ ഒരു പ്രശ്നം. ചിലർക്ക് റിസെപ്റ്റിബിലിറ്റി കുറവാണ്. അച്ഛനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴും അയ്യോ വണ്ടി പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാച്ച് നോക്കിക്കൊണ്ടിരിക്കും. അത്രയുള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് കർത്താവിൻ്റെ വിഷയത്തിൽ ഇടപെടും. നിങ്ങൾ ഈ മാവേലിസ്റ്റോറിലല്ല വന്നിരിക്കണത്, അതാണ് പ്രശ്നം. അപ്പോൾ തന്നെ നിങ്ങൾ ഈ വണ്ടി പോകില്ല എന്ന് പറഞ്ഞ് വാച്ചെടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫയൽ ക്ലോസ് ആണേ. പിന്നെ ഇവിടെ വന്നിട്ടും കാര്യമില്ല, ചിലത് വന്നിട്ടും കാര്യമില്ല. ഞാൻ എല്ലാം ചുട്ടിക്കൂട്ടി നിങ്ങളുടെ തലയിൽ തന്നെ ഇട്ടും ആ വണ്ടി വിട്ടേക്കാൻ പറയും. എന്താ കാര്യം? അവർ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, എങ്ങനെ എത്രയും വേഗം അവർക്ക് വീട്ടിലെത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത്. മറിച്ച് അതെപ്പോഴും നമ്മൾ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ എപ്പോഴും നിങ്ങളെ ബാധിക്കും, ഗുരുതരമായിട്ട് ബാധിക്കും. എപ്പോഴും എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവ തിരുസന്നിധിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴും വരുമ്പോഴും ഒരു വിഷയം കർത്താവിൻ്റെ കയ്യിലാണ് ഫയലെങ്കിൽ മറ്റ് വിഷയങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വിഷയം പ്രോസസ്സിങ്ങിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പറയണം, എൻ്റെ കൂട്ടുകാരത്തിൽ കൂടി സ്വിറ്റ്സർലൻഡിൽ വന്നാൽ നല്ലതായിരുന്നെന്ന് പറയും. അവൾ വന്നില്ലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തുമില്ല. അത് ദൈവത്തെ അറിയാമെങ്കിൽ ഈ ഫയൽ ദൈവം വെട്ടിക്കളയും. അതാണ് വിഷയം. കാര്യം ഈ കൂട്ടുകാരത്തിലുള്ള ഇടപാടുകളും ബന്ധമൊക്കെ എത്രകാലം നിൽക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ട് നീ ഇപ്പോൾ ഒരു വൈകാരികമായ അടിമയായിട്ട് ജീവിക്കുകയാണ്. ഈ മറ്റുള്ളവരുടെ അടിമയായ ആൾക്കാരെ ദൈവം ആ വിഷയം ടേക്കപ്പ് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും വലിയ പ്രശ്നം ദൈവദൃശ്യന് വരുമ്പോൾ എന്തെങ്കിലും വിഷയത്തിൻ്റെ വ്യക്തികളുടെ അടിമയാണോ നീ എന്ന് ഓർക്കണം. അത് തന്നെയല്ല, അതിനെല്ലാം കൂടി ഈശോ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലിഡ്സ് യു? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? അത് ദൈവാരൂപി തന്നെ ആയിരിക്കണം, അല്ല ലോകാരൂപിയോ ദുഷ്ടാരൂപിയോ ഒന്നും ആയിരിക്കരുത്. ഇപ്പോൾ ആൻറ്റിയുടെ മകൾ സ്വിറ്റ്സർലൻഡിൽ പോയതുകൊണ്ട് നിങ്ങളും കെട്ടിയെടുത്ത് പോകാനാണെങ്കിൽ അത് മത്സരമാണ്, ലോകാരൂപിയാണ്. നിങ്ങളെ ലൈനടിച്ച് വെച്ചിരിക്കുന്ന പയ്യനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലെ പറമ്പ് എല്ലാം കടത്തിലാക്കി നിങ്ങൾ ഒരു ജോലി ഒപ്പം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നാത്തുനിട്ടൊരു പണി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവളെങ്ങനെ ജീവിക്കാൻ നോക്കട്ടെ. അപ്പനെ കയ്യിലെടുക്കുവൾ കയ്യിലെടുത്തിട്ട് അപ്പനെ ചൊറുകിയും മാന്തിയും ഒക്കെ വശത്താക്കിയിട്ട് അവൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി വീടും പുരയുടെ ഒപ്പിച്ച് വെക്കും. എന്നിട്ട് ഈ ലോൺ എടുത്ത് അവൾ കാനഡയിൽ പോവുകയും ചെയ്യും. അവിടെ പോയി വെച്ചും അവൾ ലൈനടിച്ച പയ്യനുമായിട്ട് അവൾ ജീവിക്കുകയും ചെയ്യും. 5 പൈസ ലോൺ അടക്കത്തുമില്ല. ഇപ്പം നാത്തിനും ആങ്ങളെയും പരുവക്കേടാവും. ഇതാണ് കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നതെന്ന്. ഇത് നശിപ്പിക്കാനില്ല ആങ്ങളുടെ ജീവിതം. ഇപ്പം ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തുവിൻ്റെ കണ്ണീര് കണ്ടാലും മതി. അപ്പം ആ ഒരു വകുപ്പിലാണ് അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ടാകും. ചിലപ്പോൾ പല നിയോഗങ്ങളുടെയും പ്രശ്നം നനഞ്ഞ നിയോഗങ്ങളാണ്. ഇന്നത്തെ അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ട്. കർത്താവ് ഇതെല്ലാം സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പല ആൾക്കാരും അവരുടെ തന്നെ ശിക്ഷാവിധി പാനം ചെയ്യുന്നുണ്ട് ഉടമ്പടി വെച്ചോണ്ട്. Take the bed of God. Sudhikade hallelujah. 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 1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് ഒരു എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളാണ്. എന്താണ്? അവളുടെ കയ്യിരിപ്പ് കാരണം അവരുടെ ശിക്ഷാവിധി തന്നെയാണ് അവർ പാലനം ചെയ്യണത്. എൻ്റെ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റം. ചില ആൾക്കാർ ഒന്ന് ചെയ്താലും ഗതി പിടിക്കത്തില്ല. എന്താ കാര്യം? വളഞ്ഞ വഴി മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നേരെ തൊടുന്നതിന് ശരി അവരിങ്ങനെ തൊടത്തുള്ളൂ. ഗേറ്റ് തുറന്ന് കിടന്നാലും ശരി മധുരം ചടിയെ കയറത്തുള്ളൂ. അതവരെ പഠിച്ചുപോയി. ഈ കുരുഷ്ട പരിപാടിയും കൊണ്ട് എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലൊരു കുനിഷ്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈശോ വരുമ്പോൾ തന്നെ യോഹന്നാൻ പറയും, ആദ്യമേ തന്നെ ഈശോയാണ് ഹൃദയത്തിലേക്ക് സംഭവിക്കണമെങ്കിൽ വളഞ്ഞവ ഋജുവാക്കേണ്ടി വരും.
Take the bit of God. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി വാ വാ യേശുനാഥ വാ വാ